ഹരേ കൃഷ്ണ. ഓം നമ ചണ്ഡികായേ. ഞാൻ പ്രദീപ് പണിക്കർ. എല്ലാ പഠിതാക്കൾക്കും നമ്മുടെ കേരള സ്റ്റോറി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ പഠിതാക്കളും ദേവി മാഹാത്മ്യം പഠിക്കുകയും ചൊല്ലിയിടുകയും ചെയ്യുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. വരും ദിവസങ്ങളിലെ ക്ലാസ്സോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കേൾക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദേവി മാഹാത്മ്യം പഠന ഗ്രൂപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സുകൾക്കോ പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമസ്തേ ഹൈന്ദവ ജ്ഞാന ഭക്തമിത്രങ്ങളെ. ഞാൻ പാർവതി. നമുക്കിന്ന് ദേവി മാഹാത്മ്യം 16ാമത്തെ ശ്ലോകം മുതൽ പഠിക്കാം. ഓം നമശ്ചണ്ഡികായൈ. ശ്ലോകം 16. പ്രചണ്ഡദൈത്യദർപ്പഘ്നേ ചണ്ഡികേ പ്രണതായ മേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. അല്ലയോ ചണ്ഡി, അതായത് ഇവിടെ പ്രചണ്ഡന്മാരായ ദൈത്യന്മാരുടെ ദർപ്പത്തെ നശിപ്പിക്കുന്നവളെ, പ്രചണ്ഡ ദൈത്യ ദർപ്പഘ്നേ, അല്ലയോ ചണ്ഡികേ, അല്ലയോ ചണ്ഡികാദേവി, പ്രണതായ മേ, പ്രണമിക്കുന്നവനായ എനിക്ക്, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പൊ നമസ്കരിക്കുന്നവരായ എനിക്ക്, ഇവിടെ ഭയങ്കരന്മാരായ ദൈത്യന്മാരുടെ ദർപ്പം നശിപ്പിക്കുന്ന അല്ലയോ ചണ്ഡികാദേവി, നിൻ തിരുവടിയെ പ്രണമിക്കുന്ന എനിക്ക് രൂപവും ജയവും യശസ്സും നൽകണമേ, എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ. ഇവിടെ പ്രചണ്ഡം എന്നതിന് അതിഭയങ്കരം എന്നാണ്, ഏറെ ശക്തിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. 17ാമത്തെ ശ്ലോകം. ചതുർഭുജേ ചതുർവക്ത്ര സംസ്തുതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. ചതുർഭുജേ, 4 കൈകളോട് കൂടിയവളെ. ചതുർവക്ത്ര സംസ്തുതേ, അതായത് ചതുർവക്ത്രനാൽ, ഇവിടെ ചതുർവക്ത്രൻ ആരാണ്? 4 മുകളുള്ള ആള്, ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിനാൽ സമ്യക്കാവണ്ണം സ്തുതിക്കപ്പെട്ടവളെ. ബ്രഹ്മാവ് ദേവിയെ സ്തുതിച്ചിട്ടുണ്ട്, അതിനൊരു കഥയുണ്ട്, അത് പറയാം. പരമേശ്വരി, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായവളെ, പരമേശ്വരന്റെ പത്നി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ എന്നും പറയാം, എന്നും അർത്ഥം. ചതുർഭുജയും ചതുർമുഖനാൽ സ്തുതിക്കപ്പെട്ടവളും ആയ അല്ലയോ പരമേശ്വരി, നിൻ തിരുവടി എനിക്ക് രൂപവും ജയവും യശസ്സും തന്നരുളയണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. ഇവിടെ ദേവിയെ സ്ഥൂല രൂപത്തിൽ ആരാധിക്കുന്നവർ 2 കൈകളുള്ളവളായിട്ടും 4 കൈകളുള്ളവളായും 18 കൈകളായും ഉള്ളവളായും ദിഗന്ധവ്യാപ്തമായ സഹസ്രബാഹുക്കളോട് കൂടിയവളായും പല വിധത്തിൽ സങ്കല്പിക്കാറുണ്ട്. അപ്പം ഇവിടെ അത് ആ കഥകളൊക്കെ ഞാൻ ഇതിന് ശേഷം ഓരോരോ ചരിതങ്ങൾ പറയുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ
18ാമത്തെ ശ്ലോകം. കൃഷ്ണേന സംസ്തുതേ ദേവി ശശ്വത്ഭക്ത്യാ ത്വമംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. കൃഷ്ണേന, അതായത് കൃഷ്ണനാൽ, ശശ്വത്ഭക്ത്യ, ശാശ്വതമായ നിരന്തരമായ ഭക്തിയോടെ, സംസ്തുതേ, സ്തുതിക്കപ്പെട്ടവളെ, ത്വം, നിന്തിരുവടി, അങ്ങ്, അംബികേ, അംബികാദേവി, അമ്മേ എന്നും നമുക്കിവിടെ പറയാം. കൃഷ്ണനാൽ നിരന്തരമായി ഭക്തിയോടെ സ്തുതിക്കപ്പെട്ട അല്ലയോ അംബികേ, നിന്തിരുവടി രൂപവും യശസ്സും നൽകണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. അതായത് ഇവിടെ ഇത് പറയാൻ കാരണം, ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ദേവിയെ സ്തുതിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അവയിൽ മുഖ്യം ദേവി ഭാഗവതം 4-ാം സ്കന്ധമാണ്. ദേവി ഭാഗവതം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കറിയാം. അതിൽ 24-ാം അധ്യായത്തിൽ ദേവീ സ്തുതിയാണ് കാണുന്നത്. അത് കൃഷ്ണന് രുക്മിണിയിൽ പ്രദ്യുമ്നൻ എന്ന മകൻ അന്ന് ജനിക്കുകയും ചെയ്തു. ഇവിടെ ദേവി ഭാഗവതം ഉള്ളവർ വായിച്ചു നോക്കുക. അടുത്തത് 19ാമത്തെ ശ്ലോകം. സുരാസുരശിരോരത്ന നിഘൃഷ്ട ചരണേംബികേ, സുരാസുരശിരോരത്ന നിഘൃഷ്ട അംബികേ ചരണേംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. സുരാസുര ശിരോത്ത്, ഇവിടെ ശിരോരത്നം ആണ് വരേണ്ടത്. സുരാസുര ശിരോരത്ന നികൃഷ്ട ചരണേ, അതായത് അസുരന്മാരുടെയും ശിരോരത്നം നികൃഷ്ട ചരണേ, സുരന്മാരുടെയും അസുരന്മാരുടെയും ശിരോരത്നങ്ങളാൽ ഘർഷണം ചെയ്യപ്പെടുന്ന ചരണങ്ങളുള്ളവളെ, അംബികേ, അംബികാദേവി, അല്ലയോ അമ്മേ. അതായത് സുരാസുരന്മാരുടെ ശിരോരത്നങ്ങളാൽ ഉരസപ്പെടുന്ന ചരണങ്ങളോട് കൂടിയ അല്ലയോ അംബികേ, രൂപവും ജയവും യശസ്സും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. അതായത് സുരന്മാരും അസുരന്മാരും ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടങ്ങളിലുള്ള രത്നങ്ങൾ ദേവീപാദങ്ങളിൽ ഉരുമുന്നു എന്നാണ് ഇവിടെ ദേവീപാദങ്ങളിൽ ഉരസുന്ന എന്നൊരു പദം വരാൻ കാരണം. അടുത്തത് 20. ഇന്ദ്രാണീപതി സദ്ഭാവ പൂജിതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. ഇവിടെ ഇന്ദ്രാണീപതി ആരാ? ഇന്ദ്രാണീപതി സദ്ഭാവ പൂജിതേ, ഒറ്റ പദം. അപ്പോൾ ഇന്ദ്രാണീപതി സദ്ഭാവ പൂജിതേ. ഇന്ദ്രാണി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ദ്രാണി, ഇന്ദ്രപതിയാൽ. അപ്പൊ ഇന്ദ്രാണിപതിയാൽ, ഇവിടെ ഇന്ദ്രന്റെ പത്നി, ഇന്ദ്രപത്നിയാണ്, ഇന്ദ്രപതിയല്ല. ഇന്ദ്രാണി, ഇന്ദ്രന്റെ ഭാര്യയായ ഇന്ദ്രാണിയാൽ, ഇന്ദ്രാണിപതിയാൽ. അപ്പൊ ഇവിടെ ഇന്ദ്രനാൽ സദ്ഭാവത്തോടുകൂടി പൂജിക്കപ്പെട്ടവളെ. സദ്ഭാവം എന്താണ്? ഇവിടെ സദ്ഭാവത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഇന്ദ്രാണിയാൽ സദ്ഭാവത്തിന് വേണ്ടി പൂജിക്കപ്പെട്ടവളെ, നന്മയ്ക്ക് വേണ്ടി പൂജിക്കപ്പെട്ടവളെ, പരമേശ്വരി, ഈശ്വരന്മാർക്കെല്ലാം പരയായവളെ. പരമേശ്വരന്റെ പത്നിയാണ് ഇവിടെ പരമേശ്വരി എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രാണിപതിയായ ദേവേന്ദ്രനാൽ സദ്ഭാവത്തോടുകൂടി പൂജിതയായ അല്ലയോ പരമേശ്വരി, ഇന്ദ്രാണിയാൽ പതിയുടെ സദ്ഭാവത്തിനായി പൂജിക്കപ്പെട്ട അല്ലയോ പരമേശ്വരി, ഇവിടെ നിന്തിരുവടി രൂപവും ജയവും യശസ്സും തന്ന് നൽകണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. ഇവിടെ ഒരു കഥയുണ്ട്. പുരാണങ്ങളിലെ ഇന്ദ്രൻ ദേവിയെ സ്തുതിക്കുന്ന അനേകം സന്ദർഭങ്ങളുമുണ്ട്. ഈ ശ്ലോകവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അടുത്തത് 21. ദേവി
പ്രചണ്ഡദോർദണ്ഡ ദൈത്യദർപ്പ വിനാശിനി ദേവി. പ്രചണ്ഡദോർദണ്ഡ ദൈത്യദർപ്പ വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. അല്ലയോ ദേവി, പ്രചണ്ഡദോർദണ്ഡ ദൈത്യദർപ്പ വിനാശിനി. ഒറ്റപ്പദം. പ്രചണ്ഡ ദോഹോ ദണ്ഡ ദൈത്യ ദർപ്പ വിനാശിനി. പ്രചണ്ഡമായ ദോർദണ്ഡങ്ങൾ, അതായത് ബാഹുക്കൾ, ദോർദണ്ഡം ബാഹുക്കൾ ഉള്ള ദൈത്യന്മാരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നവളെ. അതിഭയങ്കരമായ ബാഹുബലമുള്ള ദൈത്യന്മാരുടെ അഹങ്കാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നവളായ അല്ലയോ ദേവി, അവിടുന്ന് രൂപവും ജയവും യശസ്സും നൽകിയണമേ, ശത്രുക്കളെ നശിപ്പിക്കണമേ എന്ന്. ഇവിടെ 21-ാമത്തെ ശ്ലോകത്തില്, അതായത് അധികാരം, ധനം, സൗന്ദര്യം, ശരീരബലം, ജ്ഞാനം തുടങ്ങിയവയിൽ ഏതിലെങ്കിലും തനിക്ക് മറ്റുള്ളവരെക്കാൾ മേന്മയുണ്ടെന്ന് തോന്നുമ്പോൾ അത് അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ചിലർക്ക് തോന്നും. അതാണ്, അത്തരം പ്രദർശനത്തിനെയാണ് പലപ്പോഴും